യേശുനാഥനിലേക്കുള്ള യാത്രാമധ്യേ സൗഖ്യം പ്രാപിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. സിനഗോഗ് അധികാരിയുടെ ഭവനത്തിൽ മകളെ സൗഖ്യപ്പെടുത്തുവാനുള്ള ക്രിസ്തു യാത്രാമധ്യേ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ച് സൗഖ്യമടയുന്ന രക്തസ്രാവ സ്ത്രീയെയും സൗഖ്യത്തിൻ്റെ യാത്രയെയുമാണ് സുവിശേഷത്തിൽ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3 പാദങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. ക്രിസ്തു ബന്ധത്തിൻ്റെ വ്യത്യസ്തമായ വൃത്തങ്ങളിൽ നിലകൊള്ളുന്ന വിശ്വാസ സമൂഹങ്ങൾ. ഈ സുവിശേഷ പശ്ചാത്തലത്തെ നമുക്ക് വ്യത്യസ്തമായ അകലങ്ങളിലും വൃത്തങ്ങളിലും കാണുവാൻ പരിശ്രമിക്കാം. അകലത്തിൽ നിന്നും ആഴത്തിൽ നിന്നും മതവിശ്വാസത്തിൻ്റെ ക്രിസ്തുബന്ധത്തിൻ്റെ വിവിധ വൃത്തങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരത്ഭുതത്തിൻ്റെ സാധ്യതയെപ്പോലും പരിഹസിക്കാൻ മാത്രം കഴിയുന്ന കാഴ്ചക്കാരാണ് അകലങ്ങളിലുള്ള അഥവാ പുറത്തെ വൃത്തത്തിലുള്ളവർ. അടുത്ത വൃത്തം എന്നത് ചില അപരിചിതർ രംഗത്ത് പ്രത്യക്ഷപ്പെടുകയും തങ്ങൾ ആദ്യം യേശുവിൻ്റെ മുമ്പാകെ ഹാജരാകണമെന്നും വ്യക്തിപരമായ തങ്ങളുടെ അഭ്യർത്ഥന നടത്തണമെന്നും വിശ്വസിക്കുന്നതായി നമുക്ക് സങ്കല്പിക്കാം. എന്നാൽ കഷ്ടപ്പെടുന്ന സ്ത്രീ ഇതിനേക്കാൾ അടുത്തുള്ള ഒരു വൃത്തത്തെ പ്രതിനിധീകരിക്കുന്നു. മുഖാമുഖം കണ്ടുമുട്ടുന്നതിൽ അവൾ സംതൃപ്തയാണ്. യേശുവിൽ നിന്ന് തികച്ചും അത്ഭുതകരമായൊരു പ്രതികരണമാണ് അവൾ സ്വീകരിക്കുന്നത്. തൻ്റെ രോഗശാന്തിക്ക് കാരണമാകുമെന്ന് അവൾ കരുതി അവിശുദ്ധ പുരുഷൻ്റെ വസ്ത്രവുമായി യഥാർത്ഥ ബന്ധത്തിൽ തൻ്റെ എല്ലാ വിശ്വാസവും അവൾ അർപ്പിക്കുന്നു. അവസാനമായി ആ സിനഗോഗ് അധികാരി വിശ്വാസത്തിൻ്റെ പൂർണ്ണമായ ആഴത്തിലേക്ക് ഒരു പടി കൂടി അടുത്തു വരികയാണ്. അഥവാ ഏറ്റവും അരികെയുള്ള ക്രിസ്തുബന്ധത്തിൻ്റെ വൃത്തത്തിൻ്റെ ഉള്ളിൽ അയാൾ നിലകൊള്ളുന്നു. ഹാജരാകാൻ പോലും സാധിക്കാത്ത തൻ്റെ മകൾക്ക് വേണ്ടി വളരെ ദൂരെ നിന്നും രോഗശാന്തിക്കായി അപേക്ഷിക്കുന്ന അദ്ദേഹം വിശ്വാസത്തിൽ സംതൃപ്തനാണ്. ദീർഘദൂര രോഗശാന്തിക്കുള്ള അഭ്യർത്ഥന. അങ്ങനെ അവൻ വിശ്വാസത്തിൻ്റെ ഒരു അതുല്യ മാതൃകയായി സാക്ഷ്യമായി നിലകൊള്ളുന്നു. 2. വിശ്വാസമുള്ള ആളുകളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധം. വിശ്വാസമുള്ളവർ യേശുവുമായി ശക്തമുള്ള ഒരു ബന്ധമാണ് സ്ഥാപിക്കുന്നത്. അങ്ങനെ യേശുവിൻ്റെ ശക്തി അവരിലേക്ക് ഒഴുകുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ നാം യേശുവിനെ എത്രത്തോളം അടുത്തറിയുന്നു, എത്രത്തോളം ക്രിസ്തു സ്പർശനം നമ്മുടെ പ്രാർത്ഥന വഴിയും നമ്മുടെ ആത്മീയത വഴിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. യേശുവിന് നമ്മോടുള്ള സ്നേഹത്തിൽ നിന്നും നമുക്ക് യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും എത്രത്തോളം വലിയ ഇടപെടലാണ്, അത്ഭുതങ്ങളാണ് നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് വ്യക്തിപരമായുള്ള നമ്മുടെ ആവശ്യങ്ങളുമായുള്ള ബന്ധമാണോ അതോ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൻ്റെ മൂല്യമാണോ നമ്മളുടെ സൗഖ്യത്തിൻ്റെയും ജീവിതത്തിൻ്റെ അത്ഭുതത്തിൻ്റെയും നിദാനമായി നിലകൊള്ളുന്നത്? അതിനാൽ തന്നെ നമ്മെ സ്പർശിക്കുവാൻ നാം ക്രിസ്തു സ്നേഹത്തിൽ നിലകൊള്ളുകയും ക്രിസ്തു നമ്മെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തോത് പ്രകാരം നാം ക്രിസ്തുവിനെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന തിരിച്ചറിവ്, സത്യം, ബന്ധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. 3. അത്ഭുതങ്ങൾക്കും അതീതനായ നമ്മുടെ ദൈവം. ക്രിസ്തു അത്ഭുതങ്ങൾക്കും അതീതനാകുന്നത് ക്രിസ്തു സമൂഹം ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിരുന്നവരെയും പാപികളെന്ന് മുദ്രകുത്തിയിരുന്നവരെയും ചുങ്കക്കാരെയും ഒക്കെയും വേശ്യകളെ ഒക്കെയും കർത്താവ് തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി അവരിലേക്ക് ക്രിസ്തു ഇറങ്ങി നടന്നു എന്നതാണ് ക്രിസ്തു അത്ഭുതത്തിൻ്റെ ഏറ്റവും വലിയ നിദാനം. രക്തസ്രാവമുള്ള സ്ത്രീയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കാരണം അവളുടെ വിശ്വാസം അവൻ്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ടാൽ തന്നെ സമ്പൂർണ്ണ സൗഖ്യം ലഭിക്കും എന്ന വലിയ വിശ്വാസമായിരുന്നു. സിനഗോഗ് അധികാരിയുടെ മകളെ ജീവനിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നു. കാരണം അവൻ്റെ വിശ്വാസ ദൂരം എന്നത് വളരെ വളരെ വലിയ ആഴമുള്ള ക്രിസ്തു ബന്ധത്തിൽ നിന്നും ഉള്ളതായിരുന്നു. നമുക്ക് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൻ്റെ ആഴത്തിൽ നിന്ന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും സംഭവിക്കുവാനിരിക്കുന്നതുമായ അത്ഭുതത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വലിയ വലിയ ചിന്തകളും വലിയ വലിയ ആഗ്രഹങ്ങളും നിയോഗങ്ങളും അഭിലാഷങ്ങളുമൊക്കെ
നമ്മുടെ ക്രിസ്തു ബന്ധത്തിലേക്കുള്ള യാത്രയിൽ വഴിമുടക്കുകളായി നിന്നേക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു വലിയ ആഗ്രഹത്തെയും നിയോഗത്തെക്കാളും അധികമായി വലിയ ഒരു ക്രിസ്തുബന്ധം നാം നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. മറ്റൊന്നിനു വേണ്ടിയുമല്ല, ഞാൻ ക്രിസ്തുവിൻ്റെതാകുവാനും ക്രിസ്തു എൻ്റെതാകുവാനും. അതിന് വിശ്വാസത്തിൽ നാം ആഴപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വ പ്രശ്നങ്ങൾക്ക് മുകളിൽ നാം ക്രിസ്തുവിനെ കാണേണ്ടതുണ്ട്. പ്രിയരെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൽ സഞ്ചരിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.